അങ്ങനെ ഒരു മുലപ്പാൽ ദാഹിയും കൂടി മാപ്പുമായിട്ട് വന്നിട്ടുണ്ട്. ആ മുലപ്പാൽ ദാഹിനെ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഫേസ്ബുക്കിൽ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു, ഇങ്ങനെ അബദ്ധത്തിൽ സംഭവിച്ചാണ്. അവരൊട്ട് തെറ്റാണ് ഞാൻ ചെയ്തത്. അത് ഞങ്ങൾക്ക് എന്താ വേണ്ടത് ചെയ്യുക, മാപ്പ് പിന്നെ മാപ്പന്നെ പറയാം, അല്ലെങ്കിൽ കാലിൻ്റെ ചോട്ടിലൊന്ന് പറയാം, എന്താ ഞാൻ ചെയ്യുക, എനിക്കതല്ല യാതൊരു നിവൃത്തി. ദേഷ്യത്തിൽ പോസ്റ്റ് ചെയ്തു തന്നോ? അത് വയനാട്ടിൽ ഉരുൾപൊട്ടിയതും അതുപോലെ അവിടെ കുറെ കുട്ടികളും കുറെ പാവങ്ങളും ഒക്കെ മരിച്ച് ഇപ്പോഴും വീടും അല്ലെങ്കിൽ ഇത്തിരി വെള്ളം പോലും കുടിക്കാനാതെ ഇങ്ങനെ കഷ്ടപ്പെടുന്നു. അതുകൊണ്ടുള്ള ദേഷ്യമാണോ നിങ്ങൾക്ക്? ഇനി അതല്ലെങ്കിൽ ആ മുലപ്പാല് കുടിക്കാൻ കിട്ടാത്തതിന്റെ ആ ദേഷ്യമാണ്. ഞാനിപ്പോ സത്യം പറയാണ്, ഇപ്പൊ കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ്. എന്റെ മക്കള് പുറത്തേക്ക് ഇറങ്ങണ്ടെന്ന് പറഞ്ഞാണ്. ഞാന് രണ്ട് കാര്യമാണ് പറയുന്നത്. ഒന്നും മക്കള് പുറത്തേക്ക് ഇറങ്ങണ്ടെന്ന് പറഞ്ഞേ. ഇയാൾക്ക് പെൺകുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടികൾ അവരുടെ മക്കൾക്ക് മുല കൊടുക്കുമ്പം അതും ഇയാള് കൊതിക്കൂലോ എന്നുള്ളതിൽ എന്തെങ്കിലും അങ്ങനെ ആർക്കെങ്കിലും ചിന്തിക്കാതെക്കാൻ പറ്റുമോ? പിന്നെ കാലിന്റെ ചോട്ടിലൊന്ന് മാപ്പ് വരാൻ ഗൗരവം അതിനൊന്നും നിൽക്കണ്ട, മര്യാദയ്ക്ക് പുറത്തിറങ്ങാതെ എവിടെയെങ്കിലും നിന്നോ. ഇപ്പൊ ഇതിനു മുമ്പ് ആരോ വീട്ടിലൊക്കെ കയറി വെട്ടിയിട്ടൊക്കെ ഉണ്ട്. അത് ആൺകുട്ടികൾ ചെയ്തിട്ടുള്ള പരിപാടിയാണ്. അപ്പം അങ്ങനെയുള്ള ഒരുമാതിരി ഒരുമ്പട്ട പരിപാടിയൊന്നും നിൽക്കണ്ട. നല്ലോണം വീട്ടിൽ അടങ്ങി എന്തെങ്കിലും കുത്തിയിരുന്ന ഏതെങ്കിലും മൂലക്കൽ എന്തെങ്കിലും ടിവിയോ എന്തെങ്കിലും ഈ രീതിയിൽ മുലപ്പാല് കുടിക്കുന്നതൊക്കെ സങ്കല്പിച്ചിട്ട് എവിടെയെങ്കിലും ഇരുന്നോ. ഞാന് പിന്നെ അന്ന് ഒരു പോസ്റ്റ് വന്നു. ആ പോസ്റ്റ് പിന്നെ രണ്ട് ഇതാ വന്നു. ഒന്ന് പിന്നെ കുട്ടികളുണ്ടാക്കുമ്പോൾ പിന്നെ ഇങ്ങനെ ദുരന്തം കൊണ്ടുപോകുന്നില്ല പോസ്റ്റും. എന്ത് കുട്ടികൾ ഉണ്ടാക്കുമ്പോ എന്തോ ദുരന്തോ? എടാ ഇനി മൂന്നാലെണ്ണത്തിന് ഉണ്ടാക്കിയിട്ടുണ്ടാവൂലടാ. ഇനി പിന്നെ എടാന്നൊക്കെ വിളിക്കുമ്പോ മോശമാണ്. എന്നാലും പിന്നെ ജ്യേഷ്ഠാന്നോ അല്ലെങ്കിൽ ചേട്ടാന്നോ ഒന്നും വിളിക്കാൻ ഒരു ആഗ്രഹവും ഇല്ല. അതിലാണെങ്കിൽ മുലപ്പാൽ ദാഹി എന്നൊക്കെ അവനും വിളിക്കാൻ പറ്റുള്ളൂ, അതല്ലാതെ വേറെ ഒന്നും വിളിക്കാൻ പറ്റില്ല. അപ്പൊ കുട്ടികൾ ഉണ്ടാക്കുമ്പോ എന്തോ ദുരന്തം. അവിടെ ഇനി മൂന്നാലെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കൂലേ. ആ കുട്ടികളെല്ലാം എന്റെ അടുത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണ്ടെന്ന് പറഞ്ഞാൽ ആൾക്കാർ അടിച്ച് മറ്റേതാക്കുമെന്ന് വിചാരിച്ചിട്ട് ഒരു ഉളുപ്പില്ലടാ മോനെ എനിക്കൊന്നും. തൊട്ട താഴെ ഇങ്ങനെ ഈ വൈഫ് പിന്നെ മുലപ്പാല് കൊടുക്കുന്നില്ല പോസ്റ്റ് വന്നപ്പോൾ ഞാൻ എന്ത് കരുതി, അത് ഒരാളാണെന്ന് ഒരു ആൾ പോസ്റ്റ് ചെയ്താണ്. അതായത് കളിയാക്കി പോസ്റ്റ് ചെയ്യാന്നില്ല, ഒരൊറ്റ തെറ്റിദ്ധാരണയുടെ പുറത്താണ് ഞാൻ അതിന് മറുപടി തന്നത്. കാരണം ഞാൻ വയനാട്ടുകാരെ കൂടുതൽ ആ ദുരന്തത്തിനെ ദുഃഖിക്കുന്ന ആൾ തന്നെയാണ് ഞാനും. എന്റെ ദുഃഖം ഉണ്ടല്ലോ, അത് എന്റെ മക്കള് അല്ലെങ്കിൽ എന്റെ മകള് മുലപ്പാല് കൊടുക്കുമ്പോ, കുട്ടികൾക്ക് മുലപ്പാല് കൊടുക്കുമ്പോ നീ ദുഃഖിച്ചു. അല്ലാതെ ഇതിൽ ഇനി വയനാട്ടുകാരെ കുറിച്ചിട്ട് എന്തിനാണ് ഞാൻ ദുഃഖിക്കുന്നത്? അത് വേണ്ട ആളുകൾ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇയാളുടെ മുഖം കണ്ടാൽ പക്ക ഫ്രോഡാണ്. ഈ പറഞ്ഞ രീതിയിൽ ഈ പോസ്റ്റുകളൊക്കെ ഇട്ടിങ്ങാണ്ട് ഏതെങ്കിലും രീതിയിൽ നാലാൾക്കാർ അറിയപ്പെട്ടെ തന്നെ വിചാരിച്ചിട്ട് ചെയ്തതാണ്. പിന്നെ ഈ മാപ്പും കൂപ്പും എന്ന് പറഞ്ഞാൽ ഇപ്പൊ കരഞ്ഞിറങ്ങിയത് അത് വേറൊരു ഐഡിയോളജിയാണ്. അങ്ങനെ ഈ നാലാളുകൾ അറിയട്ടെ, അതാണ് ഇതിന്റെയൊക്കെ വിചാരം. അപ്പോൾ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചു പോയതാണ്. അല്ലാതെ ഞാൻ ഒരിക്കലും അങ്ങനെ പിന്നെ ഒരു കമന്റ് ഇടുന്ന ആളല്ല. ഇനി വേണമെങ്കിൽ എൻ്റെ പിന്നെ ഇതിൽ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. ഞാൻ അല്ലേനും അങ്ങനെ അറിവില്ലായ്മ എന്ന് പറയുമ്പോ ഇനി ഇതെനിക്ക് ചോദിക്കാനുണ്ട്. വീട്ടിൽ എന്റെ പെൺകുട്ടികള് മുലപ്പാല് കൊടുക്കുമ്പോ അവരുടെ മുലപ്പാലിൽ പോയിട്ട് ഇനി നെകഞ്ഞു നോക്കുവോ? എന്നിട്ട് പറയും ഇനി അറിവില്ലാതെ സംഭവിച്ചു പോയതാന്നുണ്ടത്. ഒരു ഉളുപ്പ് വേണടാ നായിന്റെ മോനെ. ലേശം ഇത്രയും പ്രായമൊക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരുമാതിരി എന്ത് പറയാനാണ്, പറഞ്ഞ ഓവറായി എതിർക്കുന്ന ആളാണ്. പക്ഷെ ഇങ്ങനെ ഇത് കണ്ടപ്പോഴേക്ക് ഭയങ്കര പിന്നെ സങ്കടം തോന്നി. അപ്പൊ അതിനപ്പം മറുപടി വിട്ടതാ. എന്താ അത് ഇങ്ങനെ എന്ത് സങ്കടം എന്നൊന്നും മനസ്സിലായി. എന്റെ സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മുലപ്പാല് കിട്ടാത്തതിന്റെ നിരാശ, അത്രേ ഉള്ളൂ. അതല്ല അതിൽ കൂടുതൽ ഡെക്കറേഷൻസ് ഒന്നും വേണ്ട. പക്ഷെ അതിന്റെ യഥാർത്ഥം പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. പിറ്റേന്ന് അന്ന് തന്നെ ഞാൻ പോസ്റ്റ് ചെയ്തു. പിന്നെ ഇതില് ഈ ഫേസ്ബുക്കിൽ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു, ഇങ്ങനെ അബദ്ധത്തിൽ സംഭവിച്ചാണ്. അവരൊട്ട് തെറ്റാണ് ഞാൻ ചെയ്തത്. അത് ഞങ്ങൾക്ക് എന്താ വേണ്ടത് ചെയ്യുക, മാപ്പ്. കാരണം എല്ലാവരോടും അന്വേഷണം അറിയാം. അതുകൊണ്ടാണ് മാപ്പ് എല്ലാവരോടും. അബദ്ധത്തിൽ സംഭവിച്ചെന്ന് പറയുമ്പോ അബദ്ധത്തിൽ ആരെങ്കിലും എന്റെ വീട്ടിലുള്ള ആളുകൾ പാവങ്ങളാണ്, കുറെ മക്കളും ഇയാളുടെ ഇയാളുടെ പെണ്ണുങ്ങളും ഒക്കെ ഉണ്ടാവും. അബദ്ധത്തിൽ ഇയാളെ പിടിച്ചു കണ്ട് നടുറോട്ടിൽ അബദ്ധത്തിൽ കെട്ടിയിടുക, ഫുള്ള് ഡ്രസ്സൊക്കെ ഊരിയിട്ട് കണ്ട് അബദ്ധത്തിൽ സംഭവിച്ചാന്ന് പറയാം. അത്രേ ഉള്ളൂ. ഇതിനൊക്കെയുള്ള മരുന്ന് അതാണ്. ആരൊക്കെ വീട്ടിൽ പോയി വെട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനെ കുറിച്ചൊന്നും പിന്നെ ഒന്നും കേട്ടിട്ടൊന്നുമില്ല. നല്ല പരിപാടിയാണ് അതൊക്കെ വേണ്ടത്. ഒരുമാതിരി മനുഷ്യനും അല്ലെങ്കിൽ മൃഗവും ഇതെല്ലാം കൂടി കലർന്നുള്ള ചിന്താഗതിയായിട്ട് കുത്തിരിക്കുന്ന ആളുകൾക്കുള്ള പരിപാടി അതൊക്കെ തന്നെ. അല്ലാതെ എന്ത് പറയാനാണ്, നിയമപരമായിട്ടൊക്കെ മുമ്പോട്ടേക്ക് പോകണം. പക്ഷെ നിയമപരമായിട്ട് മുമ്പോട്ട് പോകുമ്പോ അതിനൊരു പരിധി ഉണ്ട്. ഇവർക്കൊക്കെ എന്താണെന്നുണ്ടല്ലോ നമ്മൾ രക്ഷപ്പെട്ടല്ലോ, 2 മാസം ജയിലിൽ പോയി കിടന്നാൽ മതിയല്ലോ. ഇതാവുന്നല്ല, കയ്യും കാലൊക്കെ തടിച്ചോടിച്ചുകൊണ്ട് വീട്ടില് മുക്കിലോ മൂലയിലോ ഇതേപോലെ ഈ മുലപ്പാല് കുടിക്കുന്നു സങ്കല്പിച്ചിട്ട് എവിടെയെങ്കിലും മൂലയിൽ ഇരിക്കുന്ന ആ രീതിയിലാക്കി ഇടണം അവനൊക്കെ.